ഗവി പ്രിയദർശിനി ബസ് തുടർച്ചയായി ബ്രേക്ക് ഡൌൺ ആകുന്നതിൽ KSRTC CMD നിയോഗിച്ച സംഘം പത്തനംതിട്ടയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. KSRTC വിജിലൻസ് വിഭാഗം ബസ്സുകൾ പരിശോധിച്ചു. റിപ്പോർട്ട് ഉടൻ CMDക്ക് കൈമാറും. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങളുമായി. അങ്ങനെ ബ്രേക്ക് ഡൌൺ ആയ വണ്ടിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. പ്രവീൺ, വനമേഖലയിൽ ബസ് ബ്രേക്ക് ഡൌൺ ആകുന്ന സംഭവം ഉണ്ടായി. അതിനെ തുടർന്ന് പരമാവധി യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഒന്ന് റെസ്ട്രിക്ട് ചെയ്തുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പരിശോധന നടത്തി എന്ത് സ്ഥിരീകരണത്തിലേക്കാണ് വന്നത് പ്രവീൺ? മാധു, ഈ ഗവി പ്രിയദർശിനി ബസ് തുടർച്ചയായി ബ്രേക്ക് ഡൌൺ ആകുന്ന സാഹചര്യത്തിലാണ് KSRTC CMD ഇത് സംബന്ധിച്ചൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ KSRTC വിജിലൻസ് വിഭാഗം പത്തനംതിട്ട ഡിപ്പോയിലെത്തി ഈ ബസ്സുകൾ പരിശോധിച്ചു. പ്രധാനമായും 2 ബസ്സുകളാണ് ഈ സർവീസ് നടത്തുന്നത്. പുലർച്ചെ 5:30ക്കും 6:30ക്കും. ഇത് 12 വർഷത്തോളം പഴക്കമുള്ള ബസ്സുകളാണ്. തുടർച്ചയായി വനമേഖലയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ബസ്സുകൾ ബ്രേക്ക് ഡൗൺ ആകുന്ന സംഭവം തുടർച്ചയായി ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസവും ബ്രേക്ക് ഡൗൺ ആയി. എയർ ലീക്കാണ് സംഭവിച്ചത്. ഇതിന് തൊട്ടുപുറകിൽ ഉണ്ടായിരുന്ന മറ്റൊരു KSRTC ബസ്സിൽ ഉണ്ടായിരുന്ന മെക്കാനിക്ക് ആണ് അതിന്റെ അറ്റകുറ്റപ്പണി നടത്തി അത് വീണ്ടും സർവീസിന് യോഗ്യമാക്കിയത്. ഇത് വലിയ പരാതിക്കിടയാക്കിയിരുന്നു. കാരണം 80-ലധികം യാത്രക്കാരുമായിട്ടാണ് ഈ പ്രിയദർശിനി സൗജന്യ യാത്ര ആരംഭിച്ചത് മുതൽ ഇത് സർവീസ് നടത്തുന്നത്. അത് ചില ദിവസങ്ങളിലൊക്കെ 100-ലധികം യാത്രക്കാരുമായി പോകുന്ന അവസ്ഥയുണ്ടായി. ദുർഘടം പിടിച്ച പാതയാണ്, വളവുകൾ ധാരാളമുള്ള പാതയാണ്. മഴയൊക്കെ പെയ്യുമ്പോൾ റോഡ് ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം KSEB ജീവനക്കാരാണ് കല്ലുകളൊക്കെ പെറുക്കിയിട്ട് റോഡ് താൽക്കാലികാടിസ്ഥാനത്തിൽ ശരിയാക്കി ഈ സർവീസ് നടത്താൻ സഹായിച്ചത്. അങ്ങനെ പല പ്രതിബന്ധങ്ങളും തരണം ചെയ്തുകൊണ്ടാണ് ഈ ഗവി സർവീസ് നടത്തുന്നത്. അതിനിടയിൽ ബസിന്റെ കാലപ്പഴക്കവും വലിയ പ്രശ്നം തന്നെയാണ്. ഇത് തുടർച്ചയായി മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെയാണ് KSRTC CMD വിജിലൻസ് വിഭാഗം പരിശോധിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് CMDക്ക് ഉടൻ കൈമാറുകയും ചെയ്യും. KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വൻ വിജയമായതോടെ പൊതുജനങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പദ്ധതിയുടെ 2ാം ഘട്ടത്തിലേക്കാണ്. നേരത്തെ ഫർസ പറഞ്ഞതുപോലെ നിലവിൽ ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമായി ചുരുക്കിയിരിക്കുന്ന ആനുകൂല്യം മറ്റ് സർവീസുകളിലേക്കും വ്യാപിപ്പിക്കാനാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. പല റൂട്ടുകളിലും ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കുറവായത് സാധാരണക്കാരായ വനിതാ യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താൻ പദ്ധതി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. യാത്രക്കാരുടെ ഈ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് KSRTC പദ്ധതി വിപുലീകരിക്കാൻ തയ്യാറാകുമോ എന്നതാണ് നമുക്കിനി അറിയേണ്ടത്.